ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതായത് ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ബാഗ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, മാക്രമേ ബാഗ് എന്നാണ് ഇത് പറയുക. മാക്രമേ ത്രെഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് ബാഗ് മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട് നമുക്ക് കർട്ടൻ ചെയ്യാം, പിന്നെ എന്താണ് നമ്മുടെ മൊബൈൽ പൗച്ച് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആർക്കെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഇത് നല്ലൊരു ബാഗാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് മൊബൈൽ പൗച്ച്. നമുക്ക് മൊബൈൽ മാത്രം ഇട്ട് നടക്കാൻ. ഇവിടെ ഇതുപോലെ വേണമെങ്കിൽ ഒരു ബട്ടൺ നമുക്ക് പിടിപ്പിക്കാം. പിന്നെ ഇതും അതുപോലെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ചെയ്ത ബാഗാണ്. അപ്പോൾ ഈ ഒരു ജനലിൽ ഒരു കമ്പ് വെച്ചിങ്ങനെ ഒരു സ്കെയിൽ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഉരുണ്ടതോ പരന്നോ എങ്ങനത്തെ എടുക്കാം കേട്ടോ. ഒരു പരന്ന കമ്പാണ് ഞാൻ വെച്ച് കെട്ടിയിരിക്കുന്നത്. ആ ജനലിൽ വെച്ചിട്ട് ഒരു ബാക്കിലൊരു തുണി ഇട്ടിട്ടുണ്ടായി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്, നമുക്കത് ക്ലിയർ ആയിട്ട് കാണാനാണ്. അപ്പം ഞാനിപ്പോൾ വൈറ്റാണ്, പക്ഷെ വൈറ്റ് വെച്ച് കഴിയുമ്പോൾ അത് ക്ലാരിറ്റി കുറവാകുമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കളറുള്ള ബാഗാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നേവി ബ്ലൂ കളർ, നല്ല ഡാർക്ക് ബ്ലൂ. ഇത് ഓഫ് വൈറ്റ് ആണ്. ഇത് ഞാനിവിടെ ഇങ്ങനെയാണ് വാങ്ങിയത്, ഓൺലൈൻ വാങ്ങിയ ത്രെഡാണിത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 24 പീസസാണ് മുറിച്ചെടുക്കേണ്ടത്. 3.8 മീറ്റർ നീളത്തിൽ 24 പീസസ് മുറിച്ചെടുക്കണം. അതിൽ ഇത് രണ്ട്, അതായത് ഒന്ന് 17 മറ്റേത് 7 അങ്ങനെയായിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. 24 പീസസ് ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കെട്ട് വീണായിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പല പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 17 ഉണ്ട്. വൈറ്റാണ് കൂടുതൽ, 17, പിന്നെ ബ്ലൂ 7 എണ്ണം, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. 24 പീസുകൾ. ഇനി നമുക്ക് ഈ എന്താ പറയുക, ഈ മുറിച്ചെടുത്ത നല്ല നീളമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 3.8 മീറ്ററാണ് നീളമുള്ളത്. അപ്പോൾ ആദ്യം അതിന് രണ്ട് നടുവേ തുല്യമായിട്ട് മടക്കണം. അങ്ങനെ മടക്കിയിട്ട് അത് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ചെടിച്ചട്ടി തൂക്കാൻ വേണ്ടിയുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ കെട്ട് രണ്ടും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം കേട്ടോ, ആ കെട്ട് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി. അപ്പോൾ അത് തുല്യമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ നടുവിലത്തെ ഭാഗം, ആ നടുവ് ഭാഗം ഇതിലെ നമ്മുടെ ഇതിൽ ഒരു 1.5 മീറ്ററുള്ള ഒരു ത്രെഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കമ്പിലല്ല, 1.5 മീറ്ററിൽ ഒരു ത്രെഡ് അവിടെ കെട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇത് ഓരോന്നോരോന്ന് കൊരുത്ത് വയ്ക്കുന്നത്. ഇത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ നോട്ടിന് പറയുന്നത് വേറെ ലാർക്ക് ഹെഡ് നോട്ട് എന്നാണ് കേട്ടോ, ലാർക്ക് ഹെഡ് നോട്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നിങ്ങനെ, അതായത് അതാ തുല്യ അകലത്തിൽ വേണം, 1.5 മീറ്ററിൽ സെൻറ്ററിൽ വേണം നമ്മളിത് കൊരുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആദ്യം നമ്മൾ എന്താ പറയുക 15 എണ്ണം, ഈ വൈറ്റ് 15 എണ്ണം ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ഡാർക്ക് കളർ ഉണ്ടല്ലോ അത് 7 എണ്ണം ഉപയോഗിക്കുന്നു. അത് നമുക്ക് തിരിച്ചു മാറ്റാട്ടോ, വേണമെങ്കിൽ ആദ്യത്തെ ഡാർക്ക് കളർ ആക്കാം. അപ്പോൾ ഈ 15 ശേഷം ഈ 7 എണ്ണം നമ്മൾ ഇടുവാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ വൈറ്റ് തന്നെ 2 എണ്ണം കൂടെ, അങ്ങനെ 15 ഇടും 17 വരുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റ് ആ 2 എണ്ണം ലാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ 24 പിന്നെ കോഡുകളും നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ ലാർക്ക് ഹെഡ് നോട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇത് കംപ്ലീറ്റായി. ഇനി നമ്മുടെ കെട്ട് തുടങ്ങാൻ പോവാണ്. സ്ക്വയർ നോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയർ നോട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഹാങ്ങർ ചെയ്തിരിക്കുന്ന സ്ക്വയർ നോട്ട് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയാത്തവരൊന്ന് കയറി നോക്കണേ. ഇങ്ങനെ ഇത്ര നീളത്തിലുണ്ട്. ഇനി നമ്മൾ സ്ക്വയർ നോട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ 4 ത്രെഡ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഏറ്റവും അരികിലെ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ചെടുക്കുന്നു. ഉണ്ടോ, ഇത് ഒരു ഇപ്പോൾ പകുതിയായിട്ടുള്ളൂ. ഇതും കൂടെ കഴിയുമ്പോഴാണ് ആ ഒരു സ്ക്വയർ നോട്ട് പൂർത്തിയാവുന്നത്. ഈ സ്ക്വയർ നോട്ട് പഠിച്ചാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് പലതും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത 4 എണ്ണം എടുക്കുന്നു. ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഇങ്ങേറ്റത്തെ വള്ളി എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ വലിച്ചിട്ട് ഇങ്ങനെയായിട്ട് ആ കെട്ടൊന്ന് മുറുക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് മുറുക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇത് ഒരു റോ അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണ്.
അപ്പോൾ കെട്ട് മനസ്സിലാവാത്തവർ ഞാൻ പറഞ്ഞ പോലെ അതിലൊന്ന് കയറി നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് അറിയാലോ, നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ബാഗ് ഉണ്ടാക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. തന്നെയല്ല, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാനുമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നമുക്ക് സമയം ഉള്ളവർക്കൊക്കെ ഇത് ചെയ്ത് താല്പര്യമുള്ളവരൊക്കെ നമ്മൾ സമയം ഉണ്ടാക്കുമല്ലോ. ഒരു 3 മണിക്കൂറൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതാ ഒരു റോ പൂർത്തിയായിട്ടുണ്ട്. കണ്ടു. ഇനി നമ്മൾ സെക്കൻഡ് റോ തുടങ്ങുവാണ്. ഒന്ന് ശ്രദ്ധിച്ച് വേണേ തുടങ്ങാൻ. അപ്പോൾ ഞാൻ ആ വെള്ള ബാഗ് തുണി മാറ്റിയിട്ട് ഒരു ഗ്രീൻ ഇട്ടിട്ട്, കാരണം നമുക്ക് ക്ലിയർ ആവുന്നില്ല. ഈ ഇങ്ങേറ്റത്തെ 2 കോഡ് എടുത്ത് ഈ 2 സൈഡിൽ ഇങ്ങനെ എടുത്ത് മാറ്റിയിടണം. എന്നിട്ട് നമ്മൾ അടുത്ത 4 എടുക്കുകയാണ്. അടുത്ത 4 എടുത്തിട്ട് അതേ സ്ക്വയർ നോട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആ സെൻറ്ററിലൊരു ഇത് വരണം. രണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊരു കെട്ടിങ്ങനെ വരണം. അത് നമുക്കത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ആ സ്ക്വയർ നോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. വീണ്ടും അതുപോലെ തന്നെ എടുക്കണം. അടുത്ത 4 എടുത്ത് കണ്ടോ, രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ടോ, നടുക്കൂടെ ഒരു സ്ക്വയർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ നോട്ട് എന്ന് പറയുന്നതിന്. പിന്നെ നമ്മൾ 3ാമത്തെ തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 മുകളിൽ മാറ്റി വെച്ച വള്ളി എടുത്ത് താഴെ ഇട്ടിട്ട് അടുത്ത 2 കൂടെ ചേർത്തിട്ട് 4 എടുത്തിട്ട് ചെയ്യുന്നു. അവിടെ ഒരു ചങ്ങല പോലെ വരും. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് സൈഡ് ഈ ജോയിൻ്റ് ആക്കുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ കണ്ട അടുത്ത റോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ഈ 2 സൈഡിലെടുത്ത് അങ്ങനെ ഇടുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് ലാസ്റ്റ് അതൊരു 37 കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഈ ത്രെഡ് വാങ്ങി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. കൂട്ടുകാരിലേക്കൊക്കെ ഈ അറിവൊന്ന് പകർന്നു കൊടുക്കണം. അങ്ങനെ 37 റോസ് നമ്മളിവിടെ ആയിട്ടുണ്ട്. ഇനി 38ാമത്തെ ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങേറ്റത്തെ 2 വള്ളിയെടുത്ത് മുകളിലിടുക. എന്നിട്ട് അത് നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. മാറ്റി നിർത്തിയാലും മതി. പിന്നെ അടുത്ത 4 എടുത്ത് വീണ്ടും നമ്മൾ സ്ക്വയർ നോട്ട് ചെയ്യുകയാണ്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് വരും. ഇതിൻ്റെ ബാഗിന് അടപ്പൊക്കെ വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇങ്ങനെ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ സൈഡിൽ അതുപോലെ 2 വള്ളി മുകളിൽ എടുത്ത് വെച്ചു. അങ്ങനെ ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ 4 പീസസ് അവിടെ ഇടണം കേട്ടോ. 4 പീസസ് അപ്പോഴേ ആ ട്രയാങ്കിൾ ഫോം ചെയ്യുള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വീണ്ടും നമ്മൾ സ്ക്വയർ നോട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത് ട്രയാങ്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കണ്ടോ, അതാ നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ആ സെൻറ്റർ എടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ നോട്ട് നമ്മൾ ചെയ്യണം. ആ സെൻറ്ററിലായിട്ട് സ്ക്വയർ നോട്ട് തന്നെയാണ് എപ്പോഴും, എല്ലാം സ്ക്വയർ നോട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. കണ്ടോ, കെട്ടി. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് കോഡ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതെല്ലാം മൊത്തം താഴ്ത്തിയിട്ട ശേഷം ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് കോഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ ഹാഫ് നോട്ട് എന്ന് പറയും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണേ. അത് വളരെ എളുപ്പമാണ്. ആ കോഡ് എടുത്തിട്ട് ഇതാണ് ഡബിൾ ഹാഫ് നോട്ട് എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ ചുറ്റിയെടുത്ത് വലിച്ചാൽ 2 തവണ വലിക്കണം കേട്ടോ. 2 തവണ ഓരോ വള്ളിയും എടുത്തിട്ട് ഇങ്ങനെ 2 തവണ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലാകുമ്പോൾ അവിടെ വെച്ച് നിർത്തിയിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യണം. റൈറ്റ് സൈഡും അപ്പോൾ 2 സൈഡ് നമ്മൾ ഇതിൽ കിട്ടി. അപ്പോൾ ഒരു വി ഷേപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു നോട്ടാണ് ബെറി നോട്ട് എന്ന് പറയും. അതും ഇത് തന്നെയാണ്, നമ്മുടെ സ്ക്വയർ നോട്ട് തന്നെയാണ്. ആ ബെറി നോട്ട് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ രൂപം. ബെറി നോട്ട് കെട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും സെൻട്രലിലെ ആ 4 കോഡ് എടുക്കുക. അതാണ് നമ്മൾ ആദ്യം കെട്ടുന്നത്. നമ്മുടെ സ്ക്വയർ നോട്ട് തന്നെ ഒരു 3 സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു 3 എണ്ണം. ഒന്നായി, രണ്ടാമത്തെ നോട്ടായി, ഒന്ന് കംപ്ലീറ്റ് ആയ 2 തവണ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. 2. ഇനി ഒന്നും കൂടി ഇട്ടാൽ മതി. ഒരു സ്ക്വയർ നോട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കണ്ടോ,
ഇനി നമ്മൾ ആ നടുക്കത്തെ 2 കോഡ് എടുക്കണം. ആ 4 കോഡിൽ നടുക്കത്തെ 2 കോഡ് എടുത്തിട്ട് അതിൽ സൂചി, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീഡിലുണ്ട്, അത് നമ്മൾ എടുക്കണം. അത് നിങ്ങളെ ആദ്യം ഞാൻ കാണിച്ചില്ലാന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും പ്ലാസ്റ്റിക് നീഡിൽ. അത് ഞാൻ ആദ്യം നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ? എന്നിട്ട് ആ നമ്മൾ പിന്നെ ആദ്യത്തെ സ്ക്വയർ നോട്ടിൽ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഈ സൂചി ഇട്ട് വലിച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ 2 ഡബിൾ കോഡ് വരുമ്പോൾ ചിലപ്പോൾ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഒരു കോഡ് അങ്ങ് ഊരിയിട്ട് ഒന്ന് ആദ്യം വലിച്ചു, പിന്നെ വീണ്ടും മറ്റേ കോഡും അങ്ങനെ കോർത്തിട്ട് വലിക്കുകയാണ്. ഈ ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പ്രയാസമായിരിക്കും. നമുക്ക് 4 ഇരട്ടി വരുമല്ലോ, അപ്പോൾ നമുക്കിത് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് വലിച്ചെടുത്തിട്ട് വലിച്ചു മുറുക്കണം. വലിച്ചു മുറുക്കുമ്പം ഇവിടെ ഒരു ഇതാണ് നമ്മൾ പറയുന്ന ബെറി നോട്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഒരു പൂ പോലെ വരും. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ അത് ആ ബെറി നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 2 സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ബെറി നോട്ട് ആവർത്തിക്കുക. അതുപോലെ തന്നെ 3 സ്ക്വയർ നോട്ട് ചെയ്തിട്ട് നടുക്കത്തെ 2 നൂലെടുത്ത് സൂചിയിൽ കോർത്തിട്ട്, സൂചി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സൂചിയാണ് കേട്ടോ. അത് പ്രത്യേകം ഇതിന് വേണ്ടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ സൂചിയിൽ ഈ നൂല് കയറില്ല. ഉണ്ടോ? ഇപ്പോൾ ഇവിടെയും 3 ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ നടുക്കത്തെ 2 ത്രെഡ് എടുത്തിട്ട് സൂചി കോർക്കുകയാണ്. സൂചി കോർത്തിട്ട് അതുപോലെ തന്നെ ആദ്യത്തെ സ്ക്വയർ നോട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ കുത്തി വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് കയറി നോക്കണേ, താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇത് സ്കൂളിലൊക്കെ മത്സരമൊക്കെ കുട്ടികൾ പങ്കെടുക്കില്ലേ? എന്താ പറയുക, 3 hours ഓൺ ദി സ്പോട്ട് മത്സരം UP ക്ലാസ്സിലൊക്കെ, അതിലൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ വളരെ നല്ലതാണിത്. നമ്മുടെ ബെറി നോട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ഇതിൽ കെട്ടിയില്ലേ, ഡബിൾ ഹാഷ് സ്റ്റിച്ച് നോട്ട് കെട്ടിയില്ലേ, അത് ഒരു ലൈനും കൂടെ ചെയ്യുകയാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി അതും കൂടെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ കോഡിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഓരോ കോഡും എടുത്ത് ഇതുപോലെ 2 തവണ ചുറ്റിയെടുക്കുക. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആകുമ്പം നമ്മുടെ ബാഗിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി ആകും. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇതാ കണ്ടോ, ലാസ്റ്റ് സെൻറ്ററിൽ വരുമ്പോൾ അതുപോലെ തന്നെ ഡബിൾ ഹാഷ് നോട്ടിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇട്ടാൽ മതി, ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ എവിടെയെങ്കിലും. ഇത് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഞ്ചസ് ആണ് ചെയ്യേണ്ടത്. കണ്ടോ? ഈ ഫ്രിഞ്ചസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളയണം. ഇനി നമുക്ക് ഫ്രിഞ്ചസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇതുപോലെ ഈ ടേപ്പ് എന്താ പറയുക, നമ്മുടെ ഈ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുത്തിട്ട് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഒരു 2 ഇഞ്ച് വീതിയുള്ള ടേപ്പായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിനി ആ നൂലിങ്ങനെ അഴിച്ചിട്ട് ചീപ്പ് കൊണ്ട് ചീകി വെക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഓരോ നൂലായിട്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് നമ്മൾ ടേപ്പ് അഴിച്ച് മാറ്റണം. മാറ്റിയിട്ട് വേണം ബാക്കി കാര്യം. ഞാനിപ്പോൾ അതൊന്ന് അഴിച്ചെടുത്തിട്ട് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കണ്ടോ? ഇനി ഇതാണ് നമ്മുടെ ബാഗ് ഇങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ അടപ്പ്. ഇനി നമുക്ക് ഒരു ബട്ടൺ പിടിപ്പിച്ചാൽ മതി. പ്രസ് ബട്ടൺ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അറിയാനൊന്നുമില്ല. നമ്മുടെ സൂചി ഉപയോഗിച്ച്, അതായത് നമ്മുടെ ചാക്കു സൂചി എന്നൊക്കെ പറയില്ലേ, ഇത്തിരി വലിയ സ്റ്റീലിൻ്റെ സൂചി നീഡിൽ, അതുപയോഗിച്ച് നമുക്ക് പ്രസ് ബട്ടൺ നമുക്ക് ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പ്രസ് ബട്ടൺ. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് തുന്നി പിടിപ്പിക്കാനായിട്ട്. പക്ഷേ വേറൊരു ടൈപ്പ് ഉണ്ട്, അതാണ് കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് എവിടെയാണോ നമ്മൾക്ക് അടപ്പിൻ്റെ പാർട്ട് വരേണ്ടത് അവിടെ നമ്മൾ ഈ സൂചി ഉപയോഗിച്ച് വെറുതെ അങ്ങോട്ട് തുന്നി ഒന്ന് കെട്ടി ഒട്ടും അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിപ്പിടിപ്പിക്കുക. അപ്പോൾ പുറത്ത് നൂല് കാണാത്ത രീതിയിൽ നമുക്ക് ഈ ബാഗിന് മറിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൈഡ് തുന്നാനായിട്ട്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്നും കാണാനില്ല. നമ്മൾ സൂചി ഉപയോഗിച്ച് സാധാരണ ബട്ടണൊക്കെ പിടിപ്പിക്കാറില്ല, അതുപോലെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട്, ഒട്ടും ലൂസായി പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി വെക്കണം.
ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇതിലും നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് കണ്ട് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. ഒന്നിനോട് ചെയ്യുമ്പോൾ എല്ലാം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അത് എല്ലാം ശരിയായി വരും. സൈഡിലെ ബട്ടൺ ഇപ്പം പിടിപ്പിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ബാഗിൻ്റെ സൈഡ് തുന്നിയ ശേഷം പിടിപ്പിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സ്ഥാനം കറക്റ്റായിട്ട് വരണമെന്നില്ല, നമ്മൾ പിന്നെയും അഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഒരു നോട്ടിട്ട് നിർത്തിയിരിക്കണം. 1-2 കെട്ടുകൾ ഇട്ടണേ, കാരണം അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിടണം. എന്നിട്ട് നമ്മൾ അത് മുറിച്ചെടുത്തിട്ട് അവിടെ എന്തെങ്കിലും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് പശ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഉണ്ടോ, ഇപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സൈഡ് തുന്നിയിട്ട് നമുക്ക് മറ്റത് പിടിപ്പിച്ചാൽ മതി. സെൻറ്റർ കറക്റ്റ് സാധനം നോക്കി വെച്ച് കൊടുക്കുക. ഇതാണ് ആ സൂചി കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ സൂചി. അപ്പോൾ ഇനി നമ്മൾ ഈ 2 സൈഡിലും വള്ളി കിടപ്പുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ആ 2 സൈഡിലും വള്ളി ഉപയോഗിച്ച് നമ്മളിനി ഇതിൻ്റെ സൈഡ് തുന്നിയെടുക്കണം. അപ്പം ഒരു സൈഡ് തുന്നിയിട്ട് സൂചി എടുത്താൽ ഞാനിപ്പോൾ 2 സൈഡിലും ഓരോ സൂചി ഇങ്ങോട്ട് ഇടുകയാണ് തുന്നാൻ വേണ്ടി. ഇത് നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് വെറുതെ ഇതൊന്നുമില്ല, നമ്മൾ പറഞ്ഞില്ലായിരുന്നു സൈഡിൽ കൂടെ ഒരു ചങ്ങല പോലെ വരുന്നില്ലായിരുന്നു, അതിലെ കൂടെ വെറുതെ ഇങ്ങനെ കുത്തി എടുത്താൽ മതി. ആ കുത്തി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അത് നല്ല മുറുക്കി പോകണം കേട്ടോ, മുറുകണം, ലൂസായിരിക്കരുത്. ഇങ്ങനെ എടുത്തിട്ട് അത് എൻഡ് വരെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി എടുക്കണം ആ സൂചി. എന്നിട്ട് സെൻറ്ററിൽ കൊണ്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ വളരെ ഭംഗിയുള്ള മാക്രമേ ബാഗ് ഇവിടെ റെഡി ആകുകയാണ്. ഇനി നമുക്കതിൻ്റെ സ്ലിങ്ങും കൂടെ ചെയ്യാനുണ്ട്, അതും കൂടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ സ്ലിങ്. ഇവിടെ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇങ്ങനെ വലിച്ചെടുക്കണം സൂചി. അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പുറത്തെ സൈഡും അതുപോലെ തുന്നി കൊടുക്കണം. അപ്പോൾ നിങ്ങളിത് നൂല് വാങ്ങണമെങ്കിൽ നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് മാക്രമേ റോപ്പ് അല്ലെങ്കിൽ മാക്രമേ ത്രെഡ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ എൻഡിൽ വന്നത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒരിത്തിരി മുകളിലേക്ക് ഇങ്ങനെ സൂചി ഇങ്ങനെ തുന്നി വരണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അത് അവിടെ ഉറച്ചിരിക്കേണ്ട, ഒരു കാരണവശാലും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നല്ലൊരു കെട്ടിട്ട് നന്നായിട്ട് ഒരു 2 കെട്ടിട്ട് ഉറപ്പിക്കുക, നല്ലപോലെ വലിച്ചു മുറുക്കുക. ഉറപ്പിച്ച ശേഷം പറഞ്ഞല്ലോ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ വേണമെങ്കിൽ ഒന്ന് ഇത്തിരി ഗ്ലൂ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. കണ്ടോ, ഇനി നമ്മൾ ബാഗ് നമ്മൾ മറിച്ചെടുക്കാൻ പോകണം കേട്ടോ. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അത് അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല, അത് ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ നൂല് വലിഞ്ഞ് ഡാമേജ് ആവുമൊന്നുമില്ല കേട്ടോ. എത്ര ബലം പ്രയോഗിച്ചാലും നല്ല ടൈറ്റായിട്ടാണ് നമ്മുടെ ബാഗ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്കാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ശരിയായ അത്. ഇപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബട്ടണും കൂടെ ഒന്ന് വെച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിനി സ്ലിങ് ചെയ്യേണ്ടത് ഇത് നോക്കി. ഇത് നമുക്ക് അതുപോലെ തന്നെ മുകളിലിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ താഴെ വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഇതാണ് നമ്മുടെ ആ കൊളുത്ത്, അറിയാമല്ലോ നമ്മുടെ ബാഗിൻ്റെ കൊളുത്ത്. അപ്പോൾ ഞാനിവിടെ ഇതിലൊരു മുട്ടുസൂചി ഉറപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ആ ഹെഡ് നോട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമുക്കിപ്പം 2 മീറ്റർ നീളത്തിൽ 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വൈറ്റ് ഇട്ടു, പിന്നെ നമ്മൾ ബ്ലൂ ഇട്ടു, വീണ്ടും ബ്ലൂ ഇടണം, ലാസ്റ്റ് വൈറ്റ്. അപ്പോൾ അങ്ങനെ 2 മീറ്റർ നീളമുള്ള 4 കോടുകൾ ഇങ്ങനെ മടക്കി നമ്മൾ ലാർക്ക് ഹെഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് മുറുക്കി വലിക്കുക. ഇനി ഇതാണ് 4ാമത്തത്. ഇത് ഞാൻ വേറെ തരത്തിലും ചെയ്യാം കേട്ടോ. 3 ഇങ്ങനെ മുടി പിന്നും പോലെ പിന്നിട്ടെടുക്കാം, അതായാലും നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഇതും നല്ല ഭംഗി തന്നെയാണ്. ഇത് നമ്മൾ ആ സ്ക്വയർ നോട്ടില്ലേ, ആ സ്ക്വയർ നോട്ട് തന്നെയാണ്. സ്ക്വയർ നോട്ടല്ല, ഇതൊരു പിന്നലാണ് കേട്ടോ, മെടയാണ്. നമ്മൾ മുടിയൊക്കെ 4 പീസായിട്ട് മെടയില്ല, അതുപോലെ. ഇത് പ്രത്യേക പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആദ്യത്തത് മുകളിൽ കൂടെ വെച്ചു, രണ്ടാമത്തെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇതുപോലെ അടിയിൽ കൂടെ എടുത്തിട്ട് വലിച്ച് മുറുക്കുക. വീണ്ടും അടുത്ത സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡിലേത് റൈറ്റ് സൈഡിലേത് ഇങ്ങനെ എടുത്ത് മുകളിൽ കൂടെ വെച്ചു, പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ വെച്ചു. ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി.
ഇതാ ഇങ്ങനെ. ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ആ വള്ളിയുടെ അറ്റം തീരുന്നവരെ ചെയ്തു. ഇനി നമ്മൾ ഒരു 2 സൈഡിൽ കൊളുത്തുണ്ടല്ലോ, മറ്റേ കൊളുത്തിലേക്ക് അതൊന്ന് ഇത് കെട്ടണം. അത് ഗ്യാതറിംഗ് നോട്ട് ഉപയോഗിച്ചാണ് കിട്ടുന്നത്. ഗ്യാതറിംഗ് നോട്ടും നമ്മുടെ പ്ലാന്റ് ഹാങ്ങറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വ്യക്തമായിട്ട്. അതുപോലെ ചെയ്യാതെ എളുപ്പമാണ്. ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോഡ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കൊളുത്തതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. വെറുതെ അങ്ങോട്ട് കൊളുത്തി കൊടുത്താൽ മതി. ഇവിടെ എടുത്തിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് അവിടെ എടുത്തിട്ട് ഗ്യാതറിംഗ് നോട്ട് ഒരു 40 സെൻറ്റിമീറ്റർ നീളത്തിലൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട്, നമുക്കറിയാമല്ലോ ഒരു കൊളുത്ത് പോലെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ചുറ്റി എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇത് ചുറ്റി വരിക. നല്ല മുറുക്കി വേണം ചുറ്റാനായിട്ട്. ഒരു 6-7 ചുറ്റൊക്കെ മതി. ആ പ്ലാന്റ് ഹാങ്ങറിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് കയറി നോക്കണേ. കണ്ടോ, ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഒരു നമ്മുടെ കൊളുത്ത് പോലെ താഴെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ അത് വലിച്ചെടുക്കണം. അതിൽ കൂടെ നമ്മുടെ അതിൻ്റെ എൻഡ് വലിച്ചെടുത്ത് ചെറുതായി പോയി. അത്രയും ഒരെണ്ണം കൂടെ കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. ആ ചുറ്റ് ഇത്തിരി നീളം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് നമ്മൾ അവിടെ 2 എൻഡും പിടിക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ഈ കെട്ടം കൊണ്ട് നന്നായിട്ട് മുറുകുന്നു. ഒരിക്കലും ഇത് കഴിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ ഒരു ഗ്യാതറിംഗ് നോട്ട് ചെയ്യാം. ഈ ഒരു സൈഡായാലും മതി. ഇനി നമ്മൾ അത് ഉള്ളിലേക്കൊന്ന് കയറ്റി വെക്കണം. അതിൻ്റെ എൻഡ് എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ട് എന്നിട്ട് ചേർത്ത് വെച്ച് മുറിച്ച് കളയാം. അഴിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നീണ്ടു നിൽക്കുന്ന തുമ്പൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് ഭംഗിയാക്കുക. വേണമെങ്കിൽ അവിടെ ഗ്ലൂ വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാട്ടോ. നമുക്ക് കർട്ടനും അതുപോലെ തന്നെ മൊബൈൽ പൗച്ചും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മുടെ ഫ്രിഞ്ചസ് ഇതുപോലെ നമ്മൾ അഴിച്ചിട്ടിട്ട് ചീപ്പ് കൊണ്ട് വെറുതെ ഒരു ചീപ്പോട്ട് ഇങ്ങനെ ചീ കൊടുത്താൽ മതി. അത് നല്ല ഭംഗിയായിക്കോളും. എന്ത് ഭംഗിയുള്ള ബാഗാന്ന് നോക്കി. നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യാം. നമ്മൾ എടുക്കുന്ന കോഡിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുള്ളായ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.